Hi friends, good morning. Let us learn a new lesson, that is Quest for a Theory of Everything by Kitty Gale Ferguson, a science writer and lecturer. Yes. മലയാളത്തിൽ പറയേണ്ട കാര്യമില്ല. A science writer and lecturer, Kitty Gale Ferguson. Quest for a Theory of Everything. Introduction. Dr. Kalam exhorts everybody. Previous lesson, കഴിഞ്ഞ പാഠം കലാം നമ്മൾ കണ്ടു അല്ലേ? Exhorts everybody to be unique in his own way. So uniqueness was the topic of the last lesson, previous lesson. So നമ്മളൊക്കെ മറ്റുള്ളവരെ പോലെയാകാനല്ല ശ്രമിക്കേണ്ടത്, വ്യത്യസ്തമായി അവരിൽ നിന്ന് യുണീക്ക് ഒരു അതുല്യത അല്ലേ? സോ അൺഈക്വൽഡ്, ദാറ്റ് മീൻസ് അതുല്യത. ഓക്കെ, സോ വി ഷുഡ് ട്രൈ ടു ബി unequaled or unique that we saw in the previous lesson by APJ Abdul Kalam. So everybody to be unique in his own way. ഏതൊരു വ്യക്തിയും തൻ്റെതായ രീതിയിൽ അതുല്യനാവാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതുല്യയാവാൻ ശ്രമിക്കണം. There are many people who have proved their uniqueness. There are many people. Very simple now. There are many people who proved their uniqueness even while fighting adversities and limitations. Even while fighting adversities. Adversity എന്ന് പറഞ്ഞാൽ hindrances, obstacles. മലയാളത്തിൽ പറഞ്ഞാൽ പ്രതിബന്ധം. And limitations, പരിമിതികൾ. So there are many people who proved to be unique. I mean, even when fighting adversities and limitations. പ്രതിബന്ധങ്ങളെയും പരിമിതികളെയും തരണം ചെയ്തുകൊണ്ട്, അവയെ നേരിട്ടുകൊണ്ട് യുണീക്ക്നെസ് നേടിയ, കൈവരിച്ച ധാരാളം ആളുകളുണ്ട്. There are many people who achieved that uniqueness. I mean, even fighting hindrances or adversities and limitations. Yes, Stephen Hawking's profile. Now we are going to study a great genius, Stephen Hawking. His profile. Profile എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന്റെ ബയോഡേറ്റ. His life, the life of Stephen Hawking reveals, വെളിപ്പെടുത്തുന്നില്ല, പ്രകടമാകുന്നു. What? How he has overcome his disabilities. തൻ്റെ ഡിസബിലിറ്റീസിനെ എങ്ങനെയാണ്, ഡീമെറിറ്റ്സിനെ, പോരായികളെ, ഡിസബിലിറ്റി, കുറവുകളെ, ഡിസബിലിറ്റി എങ്ങനെയാണ് ഓവർകം ചെയ്തത്, തൻ്റെ കുറവുകളെ എങ്ങനെയാണ് അദ്ദേഹം അതിജീവിച്ചത്. യെസ്, ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്, ടോപ്പ് ലെവൽ, സുപ്രീം ലെവൽ ഓഫ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്താൻ അദ്ദേഹം തൻ്റെ പരിമിതികളെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇഫ് യു സ്റ്റഡി ദ ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിങ്സ്. Let us come to the lesson. In the Cockcroft lecture room, see, lecture room, Cockcroft lecture room, that is a name of lecture theatre of Cambridge University. So lecture theatre of Cambridge University, a special arrangement is there. So Cambridge University le ലെക്ചർ തിയേറ്റർ, അവിടെ പല വലിയ ഹാളുകളും റൂമുകളും എല്ലാം ഉണ്ടാകും. അവിടെ ഒരു റൂമിൽ, ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം, ദാറ്റ് മീൻസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആ ലെക്ചർ തിയേറ്റർ, ഓക്കെ, അവിടെയുള്ള ഒരു മുറിയിൽ on April 29, 1980, on April 29 in the year 1980, scientists and university dignitaries means വിശിഷ്ട അതിഥികൾ. Dignitary means VIP, or very important person. Dignitaries on the days we saw in the last lesson. Okay, സ്റ്റേജിലുള്ള വിശിഷ്ട അതിഥികളെ നമ്മൾ സംബോധന ചെയ്യാറുണ്ട്. Dignitaries gathered in the steep tiers or seats. ലെക്ചർ ഹാൾ എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിളായി
ടയേഴ്സ് ഓഫ് സീറ്റ്സ് മീൻസ് അറേഞ്ച്മെന്റ്സ് ഓഫ് സീറ്റ്സിന്റെ അറേഞ്ച്മെന്റ്സ് ആണ്. ട്രെയിനെ പോലെയല്ലേ 2 tier 3 tier. ഓക്കെ നാ. സോ വെൽ സെറ്റിൽഡ് വെൽ അറേഞ്ച്ഡ് സീറ്റ്സ് among the well arranged seats facing a 2-story wall of chalkboard and slide screen. A 2-story wall of chalkboard and slide screen. So chalkboard is there. chalkboard ഉണ്ട്, സ്ലൈഡ് സ്ക്രീനും ഉണ്ട്, രണ്ടും കൂടി ഉണ്ട്. ഇപ്പോൾ പ്രൊജക്ടർ കാണും, അതിലൂടെ നമുക്ക് ഫിലിം സ്ലൈഡ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാൻ പറ്റും, സ്ലൈഡ് ഒക്കെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ടു പ്രൂവ് വാട്ട് ദേ ആർ ഗോയിങ് ടു സേ, തങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ചോക്ക് ബോർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കാം. ഷോയിങ് സം സ്ലൈഡ്, ചില സ്മോൾ ഷോർട്ട് ഫിലിംസ് ഓർ സം സ്ലൈഡ്, സം പിക്ചേഴ്സ് എക്സെട്ര. ഫേസിംഗ് ദാറ്റ് സ്ക്രീൻ, yes, it was in the Cockcroft lecture room. In the year 1980, scientists and university dignitaries gathered. ശാസ്ത്രജ്ഞന്മാരും അതുപോലെയുള്ള വിശിഷ്ടാതികളും എല്ലാം അസംബിൾ ചെയ്തിരിക്കുകയായിരുന്നു. The occasion was the inaugural lecture. The occasion, ആ സന്ദർഭം, the occasion was the inaugural lecture, ഉദ്ഘാടന പ്രസംഗം, inauguration, ഉദ്ഘാടന പ്രസംഗം by a new, Lucasian professor. You see, Lucasian means Lucasian chair of mathematics. An honorable post, mathematicians കൊടുക്കുന്ന chair of mathematics. It's a mathematics professorship in the University of Cambridge. So chair of mathematics പറയാൻ ഒരു mathematics professorship ആണ്. Honorary dean എന്നൊക്കെ പറയാല്ലേ എന്ന് പറയുന്ന പോലെ. So it is a mathematics professorship. So Lucasian chair of mathematics is a mathematics professorship. Okay. Lucasian professor of mathematics, അപ്പോൾ ഒരു പ്രൊഫസർഷിപ്പ് ആണത്. സോ ഫോർ എക്സാമ്പിൾ എ ഫെലോ ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിന് ഈക്വലായ സ്ഥാനമാണ് എന്ന് പറയുന്നത് പോലെ ലുക്കേഷ്യൻ പ്രൊഫസർ. പ്രൊഫസർഷിപ്പിന് പറയുന്ന പേരാണ് ലുക്കേഷ്യൻ പ്രൊഫസർ. സോ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്, ദ 38-year-old mathematician, വെറും 38 വയസ്സ് മാത്രം പ്രായമുള്ള ദ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് സയന്റിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ്. The occasion was the lecture by the mathematician and physicist Stephen Hawking. So അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇനാഗുറൽ ലെക്ചർ ആയിരുന്നു ആ വേദിയുടെ സന്ദർഭം, ആ മീറ്റിംഗിൻ്റെ സന്ദർഭം. The occasion was inaugural lecture by Stephen Hawking. നാടകീയമായിട്ട് അവതരിപ്പിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റി പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ ഉന്നത സ്ഥാനം അവതരിപ്പിക്കുകയാണ്. മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, പ്രൊഫസർഷിപ്പ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിലായിരുന്നു. അങ്ങനെ അവിടെ ലെക്ചർ ഹാളിൽ തൻ്റെ ഇനാഗുറൽ അഡ്രസ് അദ്ദേഹം നടത്താൻ പോവുകയാണ്. So he was going to make the inaugural address where in the Cockcroft lecture room, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആ വിശ്വവിഖ്യാതമായ ലെക്ചർ ഹാളിൽ തൻ്റെ ആ ഇനാഗുറൽ അഡ്രസ് അദ്ദേഹം നടത്താൻ പോവുകയാണ്. That is the occasion. The title of the lecture was, ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ ഹെഡിങ് was a question. It was a question. അതൊരു വലിയ ചോദ്യമായിരുന്നു. എന്താണത്? Is the end in sight of theoretical physics? The great question was to be answered. Is the end in sight? അന്ത്യം ദൃശ്യമാണോ? അന്ത്യം എടുത്തിട്ടുണ്ടോ? എന്തിൻ്റെ? The end in sight for theoretical physics. തിയററ്റിക്കൽ ഫിസിക്സിന്റെ സമാഗതമായോ? അന്ത്യം അടുത്തിട്ടുണ്ടോ? അങ്ങനെ അവസാനിക്കാറായോ? ഹോക്കിംഗ് startled his listeners. Startled means surprised, shocked. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എങ്ങനെ? By announcing that he thought it was. Nobody expected that theoretical physics was going to end. He thought it was. താൻ കരുതുന്നു അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഫിസിക്സിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നാണ് തന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് he shocked the audience. ഏവരെയും അത്ഭുതപ്പെടുത്തി, സ്തബ്ധരാക്കി.
ഞെട്ടിച്ചു. എങ്ങനെ? ബൈ ടെല്ലിംഗ് ദാറ്റ് ഹി തോട്ട് ദാറ്റ് the end of theoretical physics was very near. ആ തിയറിറ്റിക്കൽ ഫിസിക്സിന്റെ അന്ത്യം സമാഗതമായിരിക്കുന്നു എന്നാണ് താൻ കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് he startled, shocked the audience. ഓഡിയൻസിനെ അത്ഭുതപ്പെടുത്തി by telling that he thought that the end of theoretical physics was near. Yes, he invited them to join him in a sensational escape through, see, വളരെ സെൻസേഷണലായ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്. സി, അദ്ദേഹം ശാസ്ത്രീയമായി പറയുകയാണ്, നമ്മൾ ഇവിടെ നിന്നൊക്കെ മറന്നു പോയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലണം. സി, എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. ശാസ്ത്രത്തിന്റെ ആ ഹോളി ഗ്രെയിൽ. സി, ഐ മീൻ ഹോളി ഗ്രെയിൽ meaning is given there. What is that? The holy, I mean, the cup said to be used by Jesus Christ at the Last Supper. യേശു ക്രിസ്തു തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് ഉപയോഗിച്ച കാസ, ദാറ്റ്സ് വൺ, വീഞ്ഞെടുക്കാൻ ഉപയോഗിച്ച പാത്രം, അതിന് കാസ എന്നാണ് പറയുന്നത്. വിശുദ്ധമായ, വളരെ വിശുദ്ധമായ ഒന്നാണത്. സി, ഇത് സിംബോളിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതായത് ആ കാസ അല്ല ഉദ്ദേശിക്കുന്നത്. സി, വാട്ട് ഈസ് ദാറ്റ്? സി ദാറ്റ്, യെസ്. So to find the holy grail of science, ശാസ്ത്രത്തിന്റെ ആ വിശുദ്ധ കാസ കണ്ടെത്തുവാനായി. So let us, I mean, what shall we do? Escape through time and space. So we have to escape through time and space in order to find that holy grail of science. The theory that explains the universe, a holy grail of science എന്ന് പറയുന്ന ആ തിയറി that explains the universe and everything that happens in it. So it explains the universe. ഈ പ്രപഞ്ചത്തെ തന്നെ വിശദീകരിക്കുന്നു. See? And everything that happens in it. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന ഒരു തിയറിയാണ്. What is that? The theory of Holy Grail. See? Holy Grail of Science. See, Holy Grail of Science is a theory which explains everything that is happening in the universe. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി വിശദമാക്കുന്ന ഒരു അസാധാരണ തിയറിയാണ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. ആ ശാസ്ത്രത്തിന്റെ ആ വിശുദ്ധ കാസ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിഥിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ യൂണിവേഴ്സ്. What is that? We are going to see at the last part of the essay. ഇതിന്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നു, നമുക്ക് മനസ്സിലാവും. So we will see what it is. So now it's an introduction to a lesson. So now we are coming. Stephen Hawking sat silently in a wheelchair while one of his students read his lecture to the assembled company. സ്റ്റീഫൻ ഹോക്കിങ്സ് അവിടെ ഇരിക്കുന്നു. തൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ അസംബ്ലി മീറ്റിംഗിൽ എല്ലാവരോടും ഈ ലെക്ചർ വായിക്കുകയാണ്. So he was reading, one of his students read his lecture to the assembled company, judged by the appearance alone. അദ്ദേഹത്തെ കണ്ടാൽ by his appearance. Hawking didn't seem a promising choice to lead any adventure. അദ്ദേഹത്തെ കണ്ടാൽ ഏതെങ്കിലും ഒരു വലിയ അഡ്വഞ്ചർ, സാഹസികമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു പരിപാടി നയിക്കാൻ സാധിക്കുന്ന ഒരാളാണ് ഇദ്ദേഹമെന്ന് കണ്ടാൽ തോന്നുമായിരുന്നില്ല. ബൈ അപ്പിയറൻസ് ഹി ഡസന്റ് സീം സച്ച് എ ജീനിയസ്. സോ ഒറ്റ നോട്ടത്തിൽ നേരിൽ കണ്ടാൽ അദ്ദേഹം അത്ര വലിയ ജീനിയസ് ആണ് എന്നൊന്നും തോന്നുമായിരുന്നില്ല. ഹി വാസ് സോ സിമ്പിൾ. ദാറ്റ്സ് വാട്ട് മീനിങ്. ദാറ്റ്സ് വാട്ട് ദ മീനിങ് ഓഫ് ദ സെന്റൻസ് ഈസ്. So by appearance he doesn't seems to be such an extraordinary personality. I mean, now comes the story of Stephen Hawking. Stephen William Hawking was born on 8th January 1942. So Stephen Hawking was born on 8th January 1942 in Oxford, England. Yes, he was born in Oxford, England. The story wasn't very simple. Okay. It was exactly 300 years after the death of Galileo. ഗലീലിയോയുടെ മരണത്തിന് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ഗലീലിയോ ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിളിക്കുവാൻ സാധിക്കുന്ന ഗലീലിയോയുടെ മരണം കഴിഞ്ഞിട്ട് കൃത്യം 300 വർഷത്തിന് ശേഷമായിരുന്നു അത്. When Stephen Hawking, was born on 8th January 1942.
So you know who is Galileo. ശാസ്ത്രം പഠിക്കുന്ന ഏതൊരാളും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് ഗലീലിയോയുടേത്. എന്താണ് അദ്ദേഹം പറഞ്ഞു? ഭൂമി സൂര്യനെ ചുറ്റുകയാണ്, സൂര്യൻ ഭൂമിയെ അല്ല ചുറ്റുന്നത് എന്ന് ആദ്യമായി അദ്ദേഹം പറഞ്ഞു. ഹി വാസ് പണിഷ്ഡ് ഓൾസോ. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു, തന്റെ ടെലിസ്കോപ്പിലൂടെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഭൂമി ചുറ്റുകയാണെന്ന് പറഞ്ഞു. അത് അന്നത്തെ സമൂഹത്തിന്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ നേതൃത്വത്തിന്, ക്രൈസ്തവ സഭയ്ക്കോ അന്നത്തെ പോപ്പിനോ ഒന്നും അത് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും സമുന്നതനായ സൃഷ്ടിയാണ് മനുഷ്യൻ, ബാക്കിയെല്ലാം മനുഷ്യനെ ചുറ്റിക്കറങ്ങുകയാണ്, ബാക്കി ഗോളങ്ങളും ഗ്രഹങ്ങളും എല്ലാം എന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ സയൻസ് വന്നിട്ട് നേരെ തിരിച്ചാണ്. മനുഷ്യൻ എത്ര നിസ്സാരനാണ്, കോടാനുകോടി സൃഷ്ടികളിൽ ഒന്ന് മാത്രമായ ഭൂമിയിലെ കോടാനുകോടി സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ആ മീനിങ്ലെസ്നെസ്സാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് സയൻസ് സേസ്. ബട്ട് റിലിജിയൻ സേസ് ഹിസ് ഇമ്പോർട്ടൻസ്. മനുഷ്യനെ തൻ്റെ രൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു ദൈവം, അവനാണ് ഏറ്റവും വലുത്, അവനെ ചുറ്റി എല്ലാ ഗോളങ്ങളും സഞ്ചരിക്കുന്നു എന്നൊക്കെ പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം പറയുകയാണ് ഭൂമി അനേകം ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ്, ഇത് സോളാർ സിസ്റ്റം, അങ്ങനെ പല സോളാർ സിസ്റ്റം വേറെയുണ്ട്, അങ്ങനെ എല്ലാ സ്റ്റാറുകളും ഒരു സോളാർ സിസ്റ്റമാണ്, അവിടെ എല്ലാം വേറെ ജീവജാലങ്ങൾ ഉണ്ടാവാം, ഉണ്ടെന്നല്ല ഉണ്ടാവാം, അങ്ങനെയെല്ലാം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. So he was punished also. See, and then he was made to say sorry for what he was teaching. താൻ പഠിപ്പിച്ചതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് സോറി പറയാൻ ആവശ്യപ്പെട്ടു. ബട്ട് ഹി വാസ് അഫ്രൈഡ്. വയസ്സായിരുന്നപ്പോഴേക്കും അതുകൊണ്ട് അദ്ദേഹം മുട്ടുകുത്തു നിന്ന് ആ സോറി പറയുകയാണ് ചെയ്തത്. ആൻഡ് ഗെറ്റിംഗ് അപ്പ് ഫ്രം ദ നീലിംഗ്. ആ മുട്ടുകുത്തി അദ്ദേഹം നീറ്റിട്ട് ഉടനെ അദ്ദേഹം പെറുപെറുത്തു, മർമർ ചെയ്തു. എന്താണ് പറയാമോ? ഐ സ്റ്റിൽ ബിലീവ് ഇറ്റ് മൂവ്സ് അറൗണ്ട് ദ സൺ. ഭൂമിയെ പറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നു, ഈ ഭൂമി സൂര്യനെ ചുറ്റുകയാണ് എന്ന്. ബട്ട് ഹി വാസ് സെറ്റ് ഫ്രീ. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കി. കാരണം ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹി സെഡ് സോറി. അപ്പൊ താൻ ജീവിക്കുവാനായിട്ട് താൻ പഠിപ്പിച്ച പാഠങ്ങൾക്കെതിരെ സംസാരിച്ച ആളെ ഗലീലിയോ. അതൊരു വശം. കാരണം നമ്മൾ ഓർക്കണം, സോക്രട്ടീസ് തന്റെ മരണത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുവാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, സോറി എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ബട്ട് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ സോറി പറഞ്ഞാൽ, ക്ഷമ പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ ഇക്കാലം അത്രയും പഠിപ്പിച്ചതെല്ലാം തെറ്റാണ് എന്ന് വരും, എൻ്റെ ജീവിതം തന്നെ പരാജയമായി തീരും. He refused to say sorry and he was poisoned to death. The great philosopher Socrates. You know it now? അല്ലെങ്കിൽ അറിയുക, സോക്രട്ടീസിനെ അറിയണം, പ്ലേറ്റോയെ അറിയണം, അരിസ്റ്റോട്ടലിനെ അറിയണം. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ. Okay, it is better to know. So now our story. Anyhow, just 300 years after, our Galileo. Yes, it was exactly 300 years after the death of Galileo, the father of modern science. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായ ഗലീലിയോയുടെ മരണത്തിന് 300 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. The birth of Stephen Hawking. Okay. Frank and Isabel Hawking, സ്റ്റീഫൻസ് പേരൻസ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫ്രാങ്ക് ആൻഡ് ഇസോബെൽ were not wealthy. Okay, അവർ അത്ര സമ്പന്നരായിരുന്നില്ല. But they believed in the value of education. ആ വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ, വില എത്ര വലുതാണ് എന്ന് ശരിക്കും അവർ മനസ്സിലാക്കിയിരുന്നു. So they planned for Stephen to go to Westminster. അദ്ദേഹത്തെ സ്റ്റീഫനെ വെസ്റ്റ്മിനിസ്റ്ററിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ. ലണ്ടൻ സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു വളരെ ഫേമസ് ആയ പബ്ലിക് സ്കൂളിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. Unfortunately, Stephen was ill at the time of the scholarship examination. So scholarship examination കറക്റ്റ് ആ സമയത്ത് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. Examination for Westminster. Therefore, he attended the local Saint Albans school. അതുകൊണ്ട് ഫേമസ് ആയ പബ്ലിക് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. So he attended the local Saint Albans school. The story of Stephen Hawking. By the time he was 8 വയസ്സായപ്പോൾ he was thinking seriously about becoming a scientist. Even when he was only 8 years of age, he thought seriously to become a scientist. Frank Hawking encouraged his son to follow him into medicine. പിതാവിൻ്റെ നിർദ്ദേശം that he should follow into medicine and become a doctor.
But Stephen found biology too imprecise. Not precise, കൃത്യതയില്ലാത്തത് അല്ലെങ്കിൽ തെറ്റുകൾ ഉള്ളത്. Not exact, not precise, not correct. Okay. He wanted a subject which he could look for exact answers. ഉത്തരം കൃത്യമായി കിട്ടുന്ന ഒരു സബ്ജക്റ്റ് വേണമായിരുന്നു അദ്ദേഹത്തിന്. He wanted a subject that would provide him exact, accurate, കൃത്യമായ ഉത്തരങ്ങൾ തരുന്ന ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നു. And get to the root of things. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതായിരുന്നു. Get to the root of things, root cause. അതിന്റെ കാരണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന the root of things. കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു ശാസ്ത്രശാഖ അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. So he found, biology too imprecise, not precise. Precise അല്ല, കൃത്യത ഇല്ലാത്തതാണ്. So he could not study that. He did not want to study that because he wanted to study a subject which would give him exact and precise answers. Young Stephen was no prodigy. See, prodigy എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി, അത്ര അസാധാരണനായ ഒരാളായിരുന്നില്ല. മീൻസ് അൺഓർഡിനറി. See, great personalities were all ordinary, students when they were in their school. For example, take the example of Thomas Alva Edison. See, പഠിക്കാൻ ഇവന് കഴിവില്ലെന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ അടുത്തേക്ക് അധ്യാപകർ പറഞ്ഞു വിടുകയായിരുന്നു. So he is not good enough to study, good enough to learn. And his mother told him, അമ്മയാണ് അവനെ ബാല്യകാലത്ത് ഒറ്റയ്ക്കിരുത്തി പഠിപ്പിച്ചത്. അദ്ദേഹം ആരായി തീർന്നു? He made more than 1,000 inventions in science. Thomas Alva Edison. See, even Abraham Lincoln, he got only less than 1 year of formal education. See, great personalities okay അങ്ങനെയാണ്. Okay, let us see that. So he was just an ordinary English schoolboy. During his school days, he was just an ordinary English schoolboy. Slow in learning to read, very slow in learning to read. His handwriting, the despair of his teachers, just like many of you did also. Other handwriting, it is a despair, means disappointment. ഏതൊരു അധ്യാപകനെ അത്ഭുതപ്പെടുത്തും because nobody could read it. ആർക്കും വായിക്കാൻ പറ്റുന്ന വളരെ സ്ക്രിബിളിംഗ് ആയിരുന്നു, വളരെ മോശമായിരുന്നു ഹാൻഡ് റൈറ്റിംഗ്. Yes, he was ranked no more than halfway up his class. It's an average, halfway, not above average, halfway up the class. Though he now says in his own defense, it was a very bright class. തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന അദ്ദേഹം പറയാറുണ്ട്, it was a very bright class. The entire paragraph says only one idea. What is that? He was an average student when he was, a small child or a school boy. That's all. Okay, let's move. It's a long lesson. ദീർഘമായ ലെസൺ ആണ്, നമുക്ക് വേഗം പോകേണ്ടിയിരിക്കുന്നു. Otherwise the video will become pretty long. At 14, Stephen knew that he would pursue mathematics and physics. Yes, 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം മനസ്സിലാക്കുന്നു തന്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. See, the great mathematician Ramanujan, he was an extraordinary student, in mathematics, but he could not get qualified, matriculate in English. ഇംഗ്ലീഷിൽ മട്രിക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടിയില്ല. സി, ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടിയില്ല. സോ ഹി വാസ് അൺട്രെയിൻഡ്. പിന്നെ അദ്ദേഹം തൻ്റെ കുറെ തിയറി എല്ലാം കൂടി ഹാർഡി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന് മാത്തമാറ്റിക്സിന് അയച്ചു കൊടുത്തു. സോ ഹാർഡി ഫൗണ്ട് ദാറ്റ് ഹി ഈസ് എ മാൻ ഓഫ് ജീനിയസ് ആൻഡ് ഹി took him into England and he became so famous. Is it not so? Yes. Okay, രാമാനുജനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും, the great mathematician. Okay, so he would pursue mathematics and physics. So 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം മനസ്സിലാക്കുന്നു തന്റെ മേഖല is mathematics and physics, not biology or anything of that kind. His father called this impractical. See, തന്റെ പിതാവ് പറഞ്ഞു it is impractical. And why? For there were no jobs in mathematics except teaching. നീ മാത്തമാറ്റിക്സ് പഠിച്ച എന്നാ ജോലി കിട്ടും? That is how people think, you also nowadays this generation think in such a way, job oriented, is not so? Yes. So ഇത് പഠിച്ചാൽ ഇന്ന ജോലിക്ക് കയറാം, ആ ജോലി കയറി ഇത്ര ശമ്പളം കിട്ടും, അതിനപ്പുറം തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് പലരും ചിന്തിക്കാറില്ല. Very often parents decide for the children. Not at all right. It is your life. You have decided. What is your taste? അഭിരുചി അറിഞ്ഞു വേണം
തീരുമാനമെടുക്കുവാൻ. So at the age of 14, that means 9th class student, okay na? Yes, when he was only 14, he realized that his subject was mathematics and physics. Yes, okay. So moreover, he wanted his son to attend his own college and Oxford, his own college. So തൻ്റെ പിതാവ് പറയുന്നത് മാത്തമാറ്റിക്സ് പഠിച്ച ജോലി ഒന്നും കിട്ടത്തില്ല. ആൻഡ് ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ്. സോ തൻ്റെ ആ കോളേജിൽ വീണ്ടും അധ്യാപനമായിട്ടൊക്കെ വരണം എന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. ആ ഓക്സ്ഫോർഡിൽ അവിടെ മാത്തമാറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടു സ്പെഷ്യലൈസ് he followed his father's advice and studied chemistry. മാത്തമാറ്റിക്സ് പഠിച്ച് ജോലി കിട്ടുകയില്ല, അതുകൊണ്ട് following the advice of his father, he studied chemistry, physics and only little mathematics. ഫിസിക്സും കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചു, നെയിംസേക്ക് പേരിന് മാത്രം അല്പം മാത്തമാറ്റിക്സും. ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡിലേക്കുള്ള എൻട്രൻസിന് വേണ്ടി he studied physics, chemistry and little mathematics. He did well in physics and the interview was brilliantly accepted. He did very well in physics and the interview was brilliantly accepted. In 1959, at the age of 17, when he was only 17 years of age, Hawking went to Oxford to study natural science. He went to Oxford to study natural science and to specialize in physics. In order to specialize in physics, he joined University College, his father's college and the oldest at Oxford, founded in 1249 AD. Yes, he joined there. Let the story go move on. Nevertheless, for about a year and a half, for 1.5 വർഷം, Hawking was lonely and bored. He was alone, he was lonely, he was bored. He was not inspired to relieve his boredom by exerting himself academically. തൻ്റെ ബോർഡം അല്ലെങ്കിൽ ബോറിംഗ് ഒഴിവാക്കുവാൻ he did not try. He was not inspired to get himself relieved. അതിൽ നിന്ന് മോചിതനാവാനുള്ള ഇൻസ്പിറേഷൻ ലഭിച്ചില്ല. എന്തിനു വേണ്ടി? by exerting himself academically. അക്കാഡമിക് ആയിട്ട് തന്നെ എക്സേർട്ട് ചെയ്യുന്നതിലൂടെ, തൻ്റെ ആ എബിലിറ്റി കഴിവ് പ്രകടമാക്കുന്നതിലൂടെ, എക്സേർട്ടിങ് ഹിംസെൽഫ്, ഓക്കേനാ, ആധികാരികമായി സ്ഥാപിക്കുക എന്നതാണ് അർത്ഥം എക്സേർട്ടിങ്, ഓക്കേനാ. അസേർട്ടിങ് ഹിംസെൽഫ് എംഫാറ്റിക്കലി ഈസ് എക്സേർട്ടിങ്. അസേർട്ടിങ് വൺ സെൽഫ് എംഫാറ്റിക്കലി ഈസ് എക്സേർട്ടിങ്. സോ അക്കാഡമിക്കായി തൻ്റെ ശക്തി, കഴിവ്, പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്തുകൊണ്ട് ആ ബോർഡ് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. Yes, but halfway through his second year, he began enjoying Oxford. പക്ഷെ പിന്നീട് halfway through his second year, 2ാം വർഷം ഹാഫ് പകുതിയായപ്പോഴേക്കും he began enjoying Oxford. Slowly, സാവധാനം അദ്ദേഹം ഓക്സ്ഫോർഡ് ദിനങ്ങളെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. He became popular and well accepted among his peers, means equals. Peer means equal, friends, okay na? Yes, peer means equal means friends. തൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാം ഒപ്പം he was accepted. He became popular, പ്രസിദ്ധനായി തീർന്നു, and he was accepted by all his friends. They remember him as lively, വളരെ lively ആണ്, പ്രസന്നവദനൻ, okay, active, that's lively. And buoyant means what? Cheerful, വളരെ cheerful, pleasant and adaptable, adapting to situation. സാഹചര്യവുമായി ചേർന്ന് പോകുന്നത് അഡാപ്റ്റേഷൻ. ചുറ്റുപാടുമായി എളുപ്പം ഇണങ്ങിച്ചേരുക. സോ അഡാപ്റ്റബിൾ ആണ്. He was lively and buoyant and adaptable. He wore his hair long, ചെറുപ്പമാണ്, യുവാവാണ്. He was wearing his hair so long, not short, നീണ്ട മുടി. Okay, he was famous for his wit. So witty expressions. നമ്മൾ വിറ്റടിക്കാൻ പറയല്ലേ, നർമ്മം, അല്പം ഫലിതം കലർത്തി പറയുന്നതിനാണ് നർമ്മം എന്ന് പറയുന്നത്. കുറിക്ക് കൊള്ളുന്ന വാക്കുകൾ ഉപയോഗിക്കുക, വിറ്റ്. വെറുതെ എന്തെങ്കിലും വളിപടിക്കുകയല്ല. കുറിക്ക് കൊള്ളുന്ന വാക്കുകൾ കൃത്യമായി വിറ്റ്. സോ ഫ്യൂ വേർഡ്സ് മോർ മീനിങ്, ദാറ്റ്സ് വാട്ട് വിറ്റ് ഈസ് മെന്റ്. ഓക്കെ നാ, കുറച്ച് വാക്ക് പറഞ്ഞാൽ മതി, അതിനകത്ത് വളരെയേറെ മീനിങ് ഉണ്ടാവും. സോ വിറ്റ്, humorous, of course, correct expression, that's what. So he was famous for his wit, liked classical music and science fiction. Classical music, science fiction. Fiction means not original but imaginary, okay now. Fiction stories are there, no? Yes, of course. And took part in sports.
he also took part in sports. Okay, however, at the end of third year, മൂന്നാം വർഷം പകുതിയായപ്പോഴേക്കും Hawking almost floundered, means failed or flopped. See, അദ്ദേഹത്തിന് അത്ര വിജയിക്കാൻ കഴിഞ്ഞില്ല. He selected theoretical physics as his speciality. തന്റെ ഐച്ഛിക വിഷയം, പ്രധാന വിഷയമായി അദ്ദേഹം എടുത്തത് എന്താണ്? ഐച്ഛിക പ്രധാന വിഷയം, മെയിൻ സബ്ജക്ട്, മെയിൻ ടോപ്പിക്, theoretical physics. He had then applied to do a PhD at Cambridge. അദ്ദേഹം PhD എടുക്കാൻ അപ്ലൈ ചെയ്തിരുന്നു. And was accepted on condition that he got first from Oxford. PhD എടുക്കാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. He must be first from Oxford. ഓക്സ്ഫോർഡിൽ ഒന്നാം സ്ഥാനത്ത്, ഒന്നാം റാങ്ക് ലഭിക്കുകയാണെങ്കിൽ PhD എടുക്കാമെന്ന് അവർ പറഞ്ഞു. ഓക്കെ, Hawking was confident that he could get through successfully. അദ്ദേഹത്തിന് he was confident enough, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു that he would be able to get first rank from Oxford. But as the examination day approached, exam date അടുത്തപ്പോഴേക്കും his confidence failed. ആത്മവിശ്വാസം ചോർന്നുപോയി, നഷ്ടമായി. Hawking ended up disastrously, miserably. അത്ര നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. On the borderline between first and second. He was on the borderline between first and second. ഒന്നിനും രണ്ടിനും ഇടയ്ക്ക്, that means ബോർഡറിൽ കഷ്ടിച്ച്. സെക്കൻഡ് റാങ്കിന്റെ ടോപ്പ് എത്തി, ഫസ്റ്റ് റാങ്കിൽ എത്തിയതുമില്ല. He was on the borderline, boundary line. So the condition was that he must be first. He must be getting first rank from Oxford. He was not getting first, but he was on top of second. സെക്കൻഡിന്റെയും ഫസ്റ്റിന്റെയും ബോർഡർ ലൈൻ വരെ എത്തി. Okay. Faced with borderline result, the result was borderline, not exactly first rank, but on top of second rank. The examiners summoned, means called, വിളിച്ചു Hawking for an interview. You see, the interview attend ചെയ്യാൻ ക്ഷണിച്ചു. And questioned him about his plans. തന്റെ പ്ലാൻ എന്താണ്, എന്തൊക്കെയാണ് പദ്ധതികളെന്ന് അവർ ചോദിച്ചു. In spite of the tenseness of the situation, ടെൻഷനുള്ള സിറ്റുവേഷനിൽ Hawking managed to come up with the kind of remark for which he was famous among his friends. അദ്ദേഹം ഒരു റിമാർക്ക് നടത്തി, and he became famous for that remark. If I get first, എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ, ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ, I shall go to Cambridge. ഞാൻ കേംബ്രിഡ്ജിൽ പോവും, അവിടെ എനിക്ക് അഡ്മിഷൻ ലഭിക്കും. If I receive a second, I will remain at Oxford. സെക്കൻഡ് ആണ് ലഭിക്കുന്നതെങ്കിൽ I would remain in Oxford. So I expect that you will give me a first. I want to go to Cambridge, so I expect that you would give me first rank. If I get second, I would remain in Oxford. സെക്കൻഡ് റാങ്ക് ലഭിച്ചാൽ ഓക്സ്ഫോർഡിൽ തുടരേണ്ടി വരും. ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ കേംബ്രിഡ്ജിലേക്ക് പോകുവാൻ കഴിയും. So I expect that you would give me first rank. Okay, he got his first rank and he went to Cambridge. ഫസ്റ്റ് റാങ്ക് കിട്ടി, അദ്ദേഹം കേംബ്രിഡ്ജിലേക്ക് ജോയിൻ ചെയ്തു. So the condition was that he must get first rank in Oxford. He was confident, but he could not perform very well in the examination, and he was at the borderline between first rank and second rank, and he was called for interview. And interview, he told that if you give me first rank, I will be able to join Cambridge. If not, I will remain at Oxford. So I hope you would give me the first rank. So ഫസ്റ്റ് റാങ്ക് ലഭിച്ചാലേ കേംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് ആ കമന്റ് ഇഷ്ടമായി. So he was given first rank and he went to Cambridge or joined Cambridge University. So we cannot complete the entire essay at one go. ആവില്ല. So we will continue in part 2 of this lesson. ഇത് 2 വീഡിയോ ആയി പൂർത്തിയാകും. So we will continue in the next video. Meet you in the next video. Thank you.